ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും പിന്നെ നമുക്ക് ഡിന്നർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഗോതമ്പിൻ്റെ പൊടി. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് 1 കപ്പ് നമ്മൾ രാഗിയില്ലേ, രാഗിയുടെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ സ്ഥിരമായി ഉണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയധികം വേണ്ടാന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് അമൃതം പൊടിയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ 1/2 കപ്പ് അമൃതം പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ടൊന്നുകൊണ്ട് മിക്സാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ കണക്കും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ പൊടി എത്ര എടുക്കുക അതിനനുസരിച്ചിട്ട് കുറേശ്ശായിട്ട് തന്നെ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്നിങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. ചെറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല ഇളം തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല പച്ച തേങ്ങയാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു സൈഡ് മാത്രമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ശർക്കര ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ പൊടിച്ചിടണമെങ്കിൽ അങ്ങനെയും ചെയ്യുക. പിന്നെ നമുക്ക് ശർക്കര മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് അരിച്ചിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല മധുരം കൂടും. പിന്നെ അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ ആകുമ്പോൾ വലിയൊരു മധുരമില്ല, നമുക്ക് പാകത്തിന് മധുരമായിട്ടും പിന്നെ ആ തേങ്ങയൊക്കെ അങ്ങനെ എടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ഏലക്കായയുടെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഏലക്കായയുടെ പൊടിയൊന്നും അത്ര ഇഷ്ടമല്ല കുട്ടികൾക്ക്. ഇനി ഇതൊന്നും ഇങ്ങനെ മടക്കി കൊടുക്കണം. അങ്ങനെ എല്ലാതും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാതും ഇതുപോലെ കൊണ്ട് ചെയ്തെടുത്ത് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ആവി കയറ്റി എടുക്കുകയേ വേണ്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കുക. ഇനി ചുട്ടിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് പാനിൽ ചുട്ടെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ചുട്ടിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റീം ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഇഡ്ഡലി പാത്രം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായി തിളച്ചിട്ട് നല്ല ആവി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ഓരോ ഇലയും വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പാത്രത്തിന് ഇടയിൽ കൂടെ ആവിയൊന്നും പോവാത്ത രീതിയിൽ നല്ല ഫിറ്റായി ഇരിക്കുന്ന ഒരു മൂടിയൊക്കെ ഉള്ള ഒരു പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 2 3 ഒക്കെ വെച്ച് കൊടുത്തിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. പിന്നെ നമുക്ക് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്നതാണ് ഈ നൂൽപുട്ടിൻ്റെ ഇതുപോലത്തെ ഒക്കെ തട്ട്. അപ്പോൾ 4 5 ഒക്കെ തട്ടുള്ള അതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ നൂൽപുട്ടിൻ്റെ തട്ടിലും ഇതുപോലെ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ രണ്ടിലും കൂടിയിട്ട് ആകുമ്പോൾ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 20 മിനിറ്റോളൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താൽ മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബായ്.